ഹായ് ഫ്രണ്ട്സ്, VFA 2025 ഏറ്റവും ലാസ്റ്റ് പാർട്ടാണിത്. ഇതിൽ മലയാളം ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതോടെ VFAയുടെ 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ മൊത്തം വീഡിയോ കാണാത്തവർക്ക് ഞാൻ എൻ്റെ പാർട്ട് ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. എന്തായാലും മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 91 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം റിപ്പീറ്റഡ് ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ഏകദേശം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. 91 ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 91 വിൺ പ്ലസ് തലം, വിണ്ടലം, സന്ധി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെ മുമ്പ് എത്രയോ പ്രാവശ്യം വിൺ പ്ലസ് തലം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ വിണ്ടലം എന്നുള്ള രീതിയിൽ ഓപ്ഷൻ ABCD തരാറുണ്ട് കേട്ടോ. സോ ഇത് അത് മാത്രമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. വിൺ പ്ലസ് തലത്തിൻ്റെ എന്താണ് സംയോജിച്ചാൽ ഉണ്ടാകുന്നത് വിണ്ടലം ആണെന്നുള്ളത്. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതെന്ത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്. ഇത് ആദേശ സന്ധി. എന്താ ഈ ആദേശ സന്ധി എന്ന് വെച്ചാൽ, അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് പിന്നെന്താണ് പകരം മറ്റൊന്ന് വരുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ആദേശ സന്ധി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം നിങ്ങൾ. വിൺ പ്ലസ് തലം അല്ലേ, ഇവിടെ രണ്ട് വിൺ ത, ഇത് രണ്ട് പോയിട്ട് എന്ത് വരുന്നുണ്ട്? ഡ എന്നുള്ള സൗണ്ട് വരും. അപ്പോൾ വിണ്ടലം എന്നായിട്ട് മാറും. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ പോയിട്ട് പിന്നെ എന്ത് പുതുതായിട്ട് വേറൊരു വർണ്ണം വരുന്നതാണ് ഇത് ആദേശ സന്ധി. ഓക്കെ, സോ ആഗമസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധിയൊക്കെ ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ടുള്ളതാണ്. ഒരു റാങ്ക് ഫയലിൽ നിങ്ങൾക്കത് കുറച്ച് പഠിച്ചെടുക്കാനേ ഉള്ളൂ. ഇതിൽ ഇതേ എക്സാമ്പിൾ കേട്ടോ, നെന്മണി ഇടയ്ക്ക് മുമ്പ് ഇപ്പോൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെൽ പ്ലസ് മണി ചേർന്നാൽ എങ്ങനെയായിട്ട് മാറും? നെന്മണി. ഇതും എന്തിന് എക്സാമ്പിളാണ്? ആദേശ സന്ധിക്ക് എക്സാമ്പിളാണ്. കാരണം എൽ എം മാ എന്നുള്ളത് പോയിട്ട് എന്തായിട്ട് മാറും? മണി മ എന്നുള്ള സൗണ്ടിലേക്ക് മാറും. ഓക്കെ, ആ വർണ്ണം മാറിയിട്ട് മറ്റൊന്നായിട്ട് മാറും. 92 ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം. ക്ലീബം എന്ന് വെച്ചാൽ നപുംസകമാണ്. അതായത് സ്ത്രീയോ പുരുഷനോ അല്ലാത്തതാണ് ക്ലീബം. ജസ്റ്റ് ഒന്ന് ഓർത്തൊക്കെ, ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? നപുംസകം. ഇനി 93 കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്താനാണ്. ഓക്കെ, അപ്പോൾ ഇത് മിക്കവാറും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് തരുന്നത് പര്യായ പദങ്ങളായിരിക്കും. 3 എണ്ണം ഒരേ പര്യായ പദങ്ങളിൽ പെട്ടതും ഒന്ന് അതിൽ പെടാത്തതും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ ഒന്ന് സാമുദ്രം, സമുദ്രം അല്ല കേട്ടോ, സാമുദ്രമാണ്. വസീരം, അതേപോലെ അക്ഷീപം. ഇത് മൂന്നിന് എന്താ അർത്ഥം? ഉപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഉപ്പ്. മഞ്ഞ് ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ആൻസർ ഏതാ വരിക? നമുക്ക് മഞ്ഞാണ് കൂട്ടത്തിൽ പെടാത്തത്. സോ ഉപ്പിൻ്റെ പര്യായ പദങ്ങളൊന്ന് ഓർത്തൊക്കെ. ലവണം, വസിരം, സാമുദ്രം കേട്ടോ. ഇത് 3 ഉപ്പിൻ്റെ പര്യായങ്ങളാണ്. മഞ്ഞും ഇടക്കൊക്കെ ചോദിക്കാറുണ്ട്. മുമ്പ് ചോദിച്ചിട്ടുണ്ട് മഞ്ഞിന് എന്തൊക്കെ വരിക? തുഷാരം, ഹിമം, നീഹാരം, തുഹിനം, പ്രാലയം കേട്ടോ. ഒക്കെ ഓർത്തൊക്കണേ. ഹിമം, തുഷാരം, നീഹാരമൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. തുഹിനം, പ്രാലയം കൂടി അതിൻ്റെ ഒപ്പം ഓർത്തൊക്കെ മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ്. 94 ശരിയല്ലാത്ത വിപരീത പദം ഏതാണെന്നാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അണിയം, അമരം. ഓക്കെ, അത് ശരിയാണ്. വൃഷ്ടി, സമഷ്ടി ശരിയായിട്ടുള്ളതാണ്. ആദാനം, പ്രധാനം ശരിയായിട്ടുള്ളതാണ്. അപജയം, ഉപജയം, അപജയം ഇത് തെറ്റാണ്. ഇതെങ്ങനെ എന്താ വരിക? ഇത് രണ്ടിൻ്റെ മീനിങ്, ഇതിലെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ശരിക്കും അവിടെ വന്നിട്ടുള്ളത്. അതായത് ഉപജയം എന്ന് വെച്ചാൽ എന്താ? വളർച്ച. ഉപജയം എന്ന് വെച്ചാൽ വളർച്ചയാണ്. അതിൻ്റെ വിപരീതാർത്ഥം വരിക അപജയമാണ്. ഇവിടെ നോക്കിയേ, ചാക്ക് പകരം ജാ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയായിരുന്നെങ്കിൽ എങ്ങനെ? ഉപചയം അതായിരുന്നു വന്നെങ്കിൽ കറക്റ്റ്. അടുത്തത് അപചയം, അതിൻ്റെ വിപരീതാർത്ഥം. ഇത് കറക്റ്റായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇവിടെ ജ വന്നുകൊണ്ട് ഇതിൻ്റെ മീനിങ് തന്നെ എന്തിട്ടാണ് മാറിയിട്ടുണ്ട്. സോ ഇത് ഒന്ന് ഓർത്ത് നോക്കുക. ഉപജയം എന്ന് വെച്ചാൽ എന്താ? ഉപജയം എന്ന് വെച്ചാൽ വളർച്ചയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന അപചയമാണ്. ച തന്നെയാണ് വരുന്നത്. അതായത് ക്ഷയിച്ചു പോവുക, നശിച്ചു പോവുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇനി 95 ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്ന ഏതാണെന്നാണ്. ചുട്ടെഴുത്ത് ഏതൊക്കെയാണ്? A, E, A. ഓപ്ഷൻ A ആണ് കേട്ടോ. എന്താ ഈ ചുട്ടെഴുത്ത് എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നാണ് അർത്ഥം. അതായത് A, E, A ഇത് വെച്ചിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അത് അല്ലേ, ഇത്, ഏത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഈ 3 നിന്നാണ്. സോ അതാണ് ചുട്ടെഴുത്തുകൾ. അതൊന്ന് ഓർത്തോ. 96 ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഇനി ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ അവിടെ കിട്ടും. എന്താ? അതായത് ചതയില്ലാത്തടത്ത് കത്തി വെക്കുക എന്ന് വെച്ചാൽ എന്താ? കത്തി വെച്ചുകൊണ്ട് പ്രയോജനമില്ലല്ലോ അവിടെ. അതായത് ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത്. ഫലമില്ലാത്തടത്ത് പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് അത് മീനിങ് ഉദ്ദേശിക്കുന്നത്.
അടുത്തത് ഇതേപോലെ തന്നെ ചോദിക്കുന്ന കുറച്ചെണ്ണമുണ്ട്. മുമ്പ് ചോദിച്ചത് ഒന്ന് അത്താഴം മുടക്കി. അത്താഴം മുടക്കി എന്ന് വെച്ചാൽ എന്താ? തടസ്സം ചെയ്യുന്നവൻ. എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സം ചെയ്യുന്ന നമ്മൾ വിളിക്കുന്നതാണ് ഇത് അത്താഴം മുടക്കി എന്നുള്ളത്. അടുത്ത അരക്കച്ച മുറുക്കുക. അരക്കച്ച മുറുക്കുക എന്ന് വെച്ചാൽ തയ്യാറെടുക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനാണ് അരക്കച്ച മുറുക്കി ഇറങ്ങുക എന്നൊക്കെ പറയാം. ഇനി ആലത്തൂർ കാക്ക. എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു പ്രയോഗമാണ് ഇത്, ആലത്തൂർ കാക്ക എന്നുള്ളത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ആശിച്ചിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാലം കഴിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ആലത്തൂർ കാക്ക എന്ന് വിളിക്കുന്നത്. 97 തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതെന്നാണ്. ആ ഓരോന്നായിട്ട് നോക്കാം. നേതാവ്, നേത്രി ശരിയാ. തെറ്റായിട്ടുള്ള ജോഡി എതിർലിംഗ രൂപങ്ങളാണ് ഓരോന്ന്. വിദ്വാൻ, വിദുഷി ശരിയാ. കവി, കവയിത്രി അല്ല, കവയിത്രിയാണ് കേട്ടോ. ഓക്കെ, ഇത് ശ്രദ്ധിക്കണേ, കവയിത്രിയാണ്. അടുത്ത അപായം, ഉപായം എതിർ ഫോമാണ്. സോ ഇതിൽ ഓർത്തിച്ചുള്ള കവി, കവയത്രിയാണ്. ഇടക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കവി എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപം കവയിത്രി. യോഗി, യോഗി എന്ന് പറയുമ്പോൾ എന്ത് വരും? യോഗിനി. അത് നേരെ എന്ത് ചെയ്താൽ മതി? മാറ്റമൊന്നും വരാണ്ട നീ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ലേഖകൻ, ലേഖിക കേട്ടോ, ഗി എന്ന് വരും ഇവിടെ, ലേഖിക എന്നോ. ഓക്കെ. ശ്രോതാവ്, ശ്രോത്രി, ശ്രോതാവ്, ശ്രോത്രി. ഇതൊക്കെ ഓർത്ത് നോക്കണേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 98 പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഒറ്റപ്പദം ഏത്? ഈ ഒറ്റപ്പദത്തിൽ എനിക്കൊന്ന് ABCD ഉള്ള ഓപ്ഷനിലുള്ള എല്ലാം ചോദിച്ചു കഴിഞ്ഞു. ഈ ഒരു ഓപ്ഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പഠിഷു ആണ് കേട്ടോ. പഠനം എന്നുള്ളത് ആ ഒരു വേർഡിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാം, ആ പദത്തിൽ തന്നെ ഉണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പഠിഷു. ഇനി നമുക്ക് ഓപ്ഷൻ എ ഉള്ള പിപാസു. പിപാസു എന്ന് വെച്ചാൽ എന്താ? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഓക്കെ, പിപാസു. ഓക്കെ, പാനം ചെയ്യാൻ എന്നുള്ള ഓർത്ത് വെച്ചാൽ, അല്ലെ പായസം എന്നുള്ള ഓർത്ത് വെച്ചാൽ കുടിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പായസം കുടിക്കുക. ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കിട്ടും, കൺഫ്യൂഷൻ ആവില്ല വരുമ്പോൾ. ഇനി ദി ദൃക്ഷു എന്ന് വെച്ചാൽ എന്താ? കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ദിക്സാക്ഷി എന്നൊക്കെ പറയില്ലേ, കണ്ട ആൾ, കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദി ദിക്ഷു. അടുത്തത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ബുഭുക്ഷു. ഓക്കെ, അത് അങ്ങനെ തന്നെ തരും ഓപ്ഷനിൽ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യും? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ABCD ഓപ്ഷൻ തന്നെ തരും. സോ അതിൻ്റെ ആൻസർ ചെയ്ത് വരും ബുഭുക്ഷു. അതിൽ തന്നെ എന്താ? ഭക്ഷണം എന്നുള്ളത് അതിൽ തന്നെ എന്തുണ്ട്? ആ വേർഡ് അതിൽ തന്നെ കിടക്കുന്നുണ്ട്. അടുത്ത ഒന്നുകൂടി നോക്കി. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്താ? ജിഗീഷു. 99 സ്ത്രീ പുരുഷൻ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കുറിക്കുന്നതാണ് ഇത്? സലിംഗ ബഹുവചനം കേട്ടോ. ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് പറയുന്നതാണ് ഇത്? സലിംഗ ബഹുവചനം. സ്ത്രീ പുരുഷ നപുംസകങ്ങൾ, അന്നെങ്കിലും സ്ത്രീ ആയിരിക്കും, അല്ലെ പുരുഷനായിരിക്കും, അല്ലെ നപുംസകമായിരിക്കും. അത് ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് കുറിക്കുന്നതാണ് ഇത്? സലിംഗ ബഹുവചനം. പൂജക ബഹുവചനമാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവുക. പൂജക ബഹുവചനത്തിലുള്ള ഉദാഹരണങ്ങൾ പെട്ടതായിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ക്ലിയർ ആക്കി പഠിച്ചോണം. എന്താ ഈ അലിംഗ ബഹുവചനം? ഒരു ഓപ്ഷൻ അതുണ്ടായിരുന്നല്ലോ, ഓപ്ഷൻ D നോക്കി നിങ്ങൾ. അലിംഗ ബഹുവചനം എന്താ? അതായത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്. അതായത് സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ളൊരു കൂട്ടം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾ. ഇപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ ആൺകുട്ടികളും വരും, പെൺകുട്ടികളും വരും. സോ ഇതെന്തിന് ഉദാഹരണമാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാ? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ സ്ത്രീകൾ മാത്രമായി, ഒരു ലിംഗം മാത്രമായിട്ട്. അങ്ങനെയുള്ളതാണ് ഏത്? സലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഏതാണ്? തിരിച്ചറിയാൻ കഴിയാത്തത് ഏതാണെന്നുള്ളത്. രണ്ടും വരാം, രണ്ടും കൂടി ഉൾപ്പെട്ടത്. ഇനി 100 എന്താ? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. അതായത് ഒരു കടങ്കഥയാണ്. ഈ കടങ്കഥയ്ക്കുള്ള ഉത്തരം ഏതാണെന്നാണ്. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അറിയാമെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. എന്താ ആൻസർ വരിക? അവിടെ തെങ്ങാണ്. അതായത് കാലുകൊണ്ട് വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ വേര് കൊണ്ട് വെള്ളം വലിച്ചെടുക്കും. പിന്നെ മുട്ടയിടുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തേങ്ങ നൽകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. കടങ്കഥയൊക്കെ ഏകദേശം നിങ്ങൾക്ക് കിട്ടും. കടങ്കഥയും പ്രയോഗങ്ങളൊക്കെ കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കിട്ടേണ്ടതാണ്. അല്ലാത്ത ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും വൃത്തിക്ക് പഠിച്ചു വെക്കേണ്ടത്. കാരണം അതിൽ നമുക്ക് ഗസ് ചെയ്തൊന്നും എഴുതാനുള്ള കാര്യങ്ങളൊന്നും അതിൽ ചിലപ്പോൾ കിട്ടില്ല. നിങ്ങൾ പഠിക്കുക തന്നെ വേണ്ടി വരും. എന്നാലും ബേസിക്കായിട്ടുള്ള മലയാളം ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തല്ലേ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തതിൽ നമുക്ക് വേറൊരു മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. ഓക്കെ, ബൈ.